സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടമെന്നാ ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ഖുർആൻ, അല്ലാഹുവിന്റെ കലാം വലിയ ബഹുമാനത്തോടുകൂടെ കാണേണ്ടതാ ഉമ്മമാര്. അനാദരവോടുകൂടെ അതിനെ സമീപിക്കരുത്. ഖുർആൻ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഓതുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണേ ഉപ്പമാര്. ഒരിക്കലും രജിസ്റ്റർ ബുക്കോ പത്രമോ കൊണ്ടുപോകുന്നത് പോലെ ഖുർആൻ നരക്ക് താഴെ പിടിച്ചു കൊണ്ടുപോകല്ലേ. ഖുർആൻ ഷെൽഫിന്ന് എടുത്തിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടുപോകുക ഒരിക്കലും ചെയ്തു പോകരുത്. നിന്റെ ചന്തിക്കെട്ടിന്റെ താഴെ പിടിക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ കലാം. ഒന്ന് ചേർത്തി പിടിച്ചോ നിന്റെ സ്വദറിലേക്ക്. ഒന്ന് കൽബ് നന്നാകാനത് കാരണമായാലോ വലിയ ബഹുമാനത്തോടുകൂടെ കാണണേ. ആ ഖുർആൻ ഓതുമ്പോൾ നീ ഇരിക്കുന്ന ഇരുത്തം ബഹുമാനമുള്ളതാകണം. നീ അതിനെ പാരായണം ചെയ്യുന്നതിനിടക്ക് മറ്റു സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വീട്ടിലെ ജോലികൾ മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട്. ഉമ്മങ്ങനെ ഓതുകയാണ്, അപ്പൊ കുട്ടി കളിക്കുന്നുണ്ട്. എടാ കളിക്കല്ല മോനെ, എന്നോടല്ലേ ഇപ്പൊ പറഞ്ഞത്. അപ്പോത്തിന് ബാക്കി ഓതുകയാണ്. സുബ്ഹാനല്ലാഹ് യാസീൻ ഒന്ന് ഓതി തീരുമ്പോഴേക്ക് 10 തവണ അല്ലെങ്കിൽ അതിലേറെ ഇടയിൽ സംസാരം വന്നുപോയി. ഖുർആനിന്റെ ആയത്തുകൾക്കിടയില് നിന്റെ ഇടമുറിക്കുന്ന വാക്ക് കൊണ്ടുവരല്ല. അത്യാവശ്യത്തിനല്ലാതെ നീ കോളെടുക്കല്ല. ഖുർആനിനെ നല്ലോണം ബഹുമാനിക്കണേ, ആദരിക്കണേ. ഒരു ഉമ്മ, ആ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. പൊന്നുമോന് വല്ലാത്ത ശബ്ദമുയർത്തുകയാണ്. ശബ്ദമുയർത്തി സംസാരിച്ചപ്പോ ഉമ്മ പറഞ്ഞു, എടാ മോനെ ശബ്ദമൊന്നു താഴ്ത്തടാ, ഞാനിവിടെ ഖുർആൻ ഓതുന്നത് കണ്ടില്ലേ, നീ ഖുർആനോത്തിന് ശല്യപ്പെടുത്തല്ലേ. ഉമ്മയുടെ വാക്ക് ഗൗനിക്കാതെ ആ മകൻ വീണ്ടും ശബ്ദമുയർത്തുകയാണ്, വീണ്ടും സംസാരമുയർത്തുകയാണ്. ഉമ്മാക്ക് ദേഷ്യം വന്നുപോയി. ഉമ്മ പറഞ്ഞു, എടാ നിന്റെ ശബ്ദം അത് കഴുതയുടെ ശബ്ദമായി പോകുന്നല്ലോ, വല്ലാത്ത വെറുപ്പിക്കുന്ന ശബ്ദമാകുന്നല്ലോ. ഉമ്മമാരെ വാക്കല്ലേ, ചിലപ്പോൾ അത് വല്ലാത്ത ഇജാബത്തിലങ്ങ് ഫലിക്കുമല്ലോ. അതേ മഹാന്മാരായ താബിഈ പണ്ഡിതന്മാര് നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതേ ഒരു ഖബർസ്ഥാന് കാണുന്നു. ആ ഖബർസ്ഥാനിൽ നിന്ന് ഒരു മനുഷ്യന്റെ കോലം ഇങ്ങ പുറത്തു വന്നിട്ട് കഴുതയുടെ ശബ്ദമുണ്ടാക്കുന്നു. ആ കഴുതയുടെ ശബ്ദമുണ്ടാക്കി തിരിച്ചു പോകുന്നു. എന്തൊരു അത്ഭുതമാ റബ്ബേ ഇത്. പള്ളിക്കാട്ടുന്ന ഒരു മനുഷ്യന്റെ രൂപം വന്നിട്ട് കഴുതയുടെ ശബ്ദമുണ്ടാക്കി തിരിച്ചു പോക. ഇന്ന അൻകറൽ അസ്വാത് ലസൗതുൽ ഹമീർ. ഏറ്റവും വെറുക്കപ്പെടുന്ന ജീവിയുടെ ശബ്ദം, ഏറ്റവും വെറുപ്പുള്ള സൗണ്ട് അത് കഴുതയുടെ ശബ്ദമാണെന്ന് ഖുർആനല്ലേ. ആ ശബ്ദമാ കേൾക്കുന്നത്. ആരുടെ ഖബറാണിത്? ഈ മനുഷ്യകോലം തിരിച്ചുപോയ ഖബർ ചൂണ്ടി അന്വേഷിക്കുകയാണ് ഈ പണ്ഡിതന്മാർ. ആരുടെ ഖബറാണിത്? പറഞ്ഞു, ആ വീട്ടിലുള്ള മകന്റെ ഖബറാൻ. ആ വീട് ലക്ഷ്യമാക്കി താബിഈ പണ്ഡിതന്മാര് ചെല്ലുകയാണ്, കതകമുട്ടുകയാ. വീട്ടിൽ നിന്നും പ്രായം ചെന്ന ഒരു ഉമ്മയാ പുറത്തു വരുന്നത്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞങ്ങളിങ്ങനെ ഒരു കാഴ്ച പള്ളിക്കാട്ടെന്ന് കണ്ടല്ലോ ഉമ്മ. ചോദിച്ചപ്പോ ഈ വീട്ടുകാരന്റെ ഖബറാണെന്നാ അറിഞ്ഞത്. നിങ്ങൾ ആരാ? അത് എന്റെ മകനാ, അത് എന്റെ മകനാ. മകൻ ചെയ്ത തെറ്റെന്താ? ഞാനിങ്ങനെ അള്ളാന്റെ കലാം ഓതുമ്പോ, ഖുർആൻ ഓതുമ്പോ
അവന് ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിച്ചതാ, അനാദരവ് കാണിച്ചതാ, അതിനല്ല കൊടുക്കുന്ന ശിക്ഷയാ. ഇത് ഇന്നും ഇന്നലെയുമല്ല, ഇടക്കിടക്കുണ്ടാകുന്ന പ്രതിഭാസമാ. അള്ളാഹുവിന്റെ ഖുർആനിനെ അനാദരവ് ചെയ്തതിന്റെ പേരില്, ബഹുമാനിക്കാത്തതിന്റെ പേരില് അള്ളാഹ് കൊടുത്ത ശിക്ഷ കണ്ടോ മുഅ്മിന്? ഖുർആന് കണ്ട എണീറ്റ് നിൽക്കല് സുന്നത്താണ്. ഖുർആന് പഠിച്ച ആലിമ് വരുമ്പോ എണീറ്റ് നിൽക്കുന്നില്ലേ? ഹാഫിളായ ആള് വരുമ്പോ നമ്മൾ എണീറ്റ് നിൽക്കണ്ടേ? സുന്നത്തല്ലേ? ആലിമിനെ എന്തിനാ നമ്മൾ ബഹുമാനിക്കുന്നത്? എന്തിനാ സയ്യിദിനെ കാണുമ്പോ എണീറ്റ് നിൽക്കുന്നത്? ചിലർക്ക് ചോദ്യം, ഓനെ കാണുമ്പോ എന്തിനാ എണീറ്റ് നിൽക്കുന്നത്? ഓനും ഞാനും ഒരുമിച്ച് പഠിച്ചതല്ലേ? ഓനാരുപ്പാ വലിയ മൂല്യരായി തലകെട്ട് കെട്ടി എന്നതുകൊണ്ട് ഞാൻ എന്തിനു എണീറ്റ് നിൽക്കണം? ഓനെ എന്തിനു ബഹുമാനിക്കണോ? ഞാൻ ഓനൊക്കെ സമാണ്, എനിക്ക് ഓനക്കൊക്കെ ഒരു ഏജാണ്. അല്ലെങ്കിൽ പള്ളിയിലെ മൂല്യാര് എന്നേക്കാൾ എത്രയോ ചെറുതാണ്. വാപ്പാ, ആലിമിനെ ബഹുമാനിക്കണേ. അല്ല ബഹുമാനിച്ചവരാ, ആദരിക്കണേ. അല്ല ആദരിച്ചവരാ. ഖുർആൻ അവരെ കൽബിലുണ്ട്. ഹാഫിളീങ്ങളെ ബഹുമാനിക്ക്. അത് ഈമാനൂരി പോകുന്ന വിഷയത്തിൽ പെട്ടതാണ് ആലിമീങ്ങളെ കൊച്ചാക്കല്. നീ ഒരിക്കലും ഒരു ആലിമിനെയും ചീത്ത പറയണ്ട. നിന്റെ നാവ് കൊണ്ടൊരു സയ്യിദിനെ കൊച്ചാക്കണ്ട, ട്രോളാ നിൽക്കണ്ട, കമന്റ് തൊഴിലാളിയാകണ്ട. ഏത് പാർട്ടിയിലുള്ള ആളായാലും ഏത് ഗ്രൂപ്പിലുള്ള ആളായാലും നിന്റെ നാവ് കൊണ്ടൊരു ആലിമിനെ പറയല്ലേ, ഒരു സയ്യിദിനെ പറയല്ലേ. അത് പറയാൻ ഹൃദയമുള്ള ആളുകൾ പറയട്ടെ. തെറ്റുണ്ടെങ്കിൽ തിരുത്തേണ്ടവര് തിരുത്തട്ടെ. നമ്മളെന്തിനാ നമ്മളെ ഈമാൻ കളയുന്നത്? നമ്മളെന്തിനാ പീഡികത്തിണ്ണയിലിരുന്നിട്ട് നമ്മളെ ഈമാൻ കളയുന്നത്? നമ്മളെ നിസ്കാരം അവർക്ക് കൊടുക്കുന്നത് എന്തിനാ മോനെ? വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇരുന്ന് കുത്തിയിരുന്നിട്ട് കമന്റ് അടിക്കാൻ, നിന്റെ പച്ചത്തെറി എഴുതാൻ, ആലിമിനു നേരെ പേന ചലിപ്പിക്കാൻ, നിന്റെ വിരല് ചലിപ്പിക്കാൻ സമയം കണ്ടെത്തുന്നത്. കൂട്ടുകാരാ, സ്നേഹത്തോടെയാ എന്റെ ഭാഷ. നിന്റെ ഈമാനിനെ പേടിക്കണേ. ഈമാൻ അല്ല വലിച്ചൂരും കേട്ടോ. വലിയ ഗൗരവത്തിലാ ഇതിനെ കാണേണ്ടത്. ഖുർആനിനോടുള്ള ബഹുമാനമാ, ആലിമിനോടുള്ള ബഹുമാനം, ഇൽമിനോടുള്ള ബഹുമാനമാ. ആരിൽ നിന്നാണോ അനാദരവ് വരുന്നത്, അല്ലാഹ് അവനെ പരീക്ഷിക്കുന്നതാണ്. ഏറ്റവും വലിയ പരീക്ഷണം ഈമാന് കളയലാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളാ ആലിമീങ്ങള്, അമ്പിയായിന്റെ അനന്തര സ്വത്ത് ഏറ്റെടുക്കാൻ അർഹതയുള്ളവരാണ് അവര്. അമ്പിയാക്കൾ ഇട്ടേച്ചു പോയ സ്വത്ത് അത് ഭൂമിയല്ല, ഏക്കറക്കണക്കിന് സ്വത്തല്ല, മുന്തിരിത്തോട്ടങ്ങളല്ല, ഈത്തപ്പന തോട്ടങ്ങളല്ല, സ്വർണ്ണ ഖനികളല്ല. അമ്പിയാക്കള് ബാക്കി വെച്ച സ്വത്ത് ഇൽമാ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നവരാകണം. പണ്ടത്തെ ബഹുമാനം എടുത്തുപോയി. ഖിയാമത്ത് നാൾ അടുക്കുമ്പോഴേക്ക് ആലിമീങ്ങളെ കൊച്ചാക്കുന്ന കാലം വന്നുപോയി, തെറി പറയുന്ന കാലം വന്നുപോയി. മോനെ, ഈമാൻ സൂക്ഷിച്ചോ, നല്ലോണം പേടിച്ചോ. ബൽആം ഇബ്നു ബഅൂറിന്റെ കഥ മുമ്പിലുണ്ട്. ശൈഖ് ജീലാനി തങ്ങളെ കൂടെ കൂടി നല്ല മനുഷ്യനായിരുന്നവൻ, വലിയ പണ്ഡിതനായിരുന്നവൻ, ആലിമിനെ പരീക്ഷിക്കാൻ പോയിട്ട് ചീഞ്ഞളിഞ്ഞിട്ട് വഴിയോരത്തെ ഓടയിൽ കിടന്നിട്ട് ചാകേണ്ടി വന്ന ചരിത്രം മുമ്പിലുണ്ട്. ധാരാളം പാഠങ്ങളുണ്ട്. ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കണ്ട, ഞാൻ വലിയ കാരണവരാണെന്ന് ചിന്തിക്കണ്ട, എന്നേക്കാൾ വലിയ ആളൊന്നും ഇവിടെ ഇല്ല എന്ന് ആരും കരുതണ്ട. ഒരു മനുഷ്യനെയും നമ്മൾ ചെറുതായി കാണരുത്. അനാഖുബസുന്നാസ്, ഞാനാണ് ഏറ്റവും മോശക്കാരനെന്നാണ് എൻ്റെ കൽബിൽ ഉണ്ടാകേണ്ടത്. ഞാനിതിനെ പറ്റിയ ആളൊന്നല്ല, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളൊന്നല്ല, ഞാൻ അതിനെ പറ്റി അർഹതയുള്ള ആളൊന്നല്ല എന്നാണ് ഏതൊരു മനുഷ്യന്റെ കൽബിലും വേണ്ടത്. ഞാൻ വന്നിട്ട് എന്തേ ഒരു എണീക്കാഞ്ഞ്, ഞാൻ എന്തേ വന്നിട്ട് അവൻ റെസ്പെക്ട് ചെയ്തില്ലല്ലോ, വേണ്ട ഒരു സൽക്കാരം എനിക്ക് തന്നില്ലല്ലോ, എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് സംസാരമല്ലല്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാനെന്ന ഭാവത്തോടെയുള്ള പെരുമാറ്റം, ഞാനെന്ന ഒരു ചിന്ത, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്നല്ല, ഞാൻ ഫഖീർ, ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ എന്നാണ് ഓരോരുത്തരുടെ കൽബിലുണ്ടാകേണ്ടത്. അപ്പോഴാ നമ്മൾ വളരുള്ളൂ, അപ്പോഴാ നമ്മൾ ഉയരുള്ളൂ. ഉയരുന്നോളം നമ്മൾക്ക് ബഹുമാനം വേണം,
വലിയ താഴ്മ വേണം, വിനയം വേണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.